പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് തുടക്കമായി. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാലിന് ആദരം അർപ്പിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ക്ഷേത്രങ്ങളെ ഹരിതാഭമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടക്കം കുറിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അതിപ്രസരം തടയാനും ക്ഷേത്രഭൂമികളിൽ വൃക്ഷത്തൈകളും ഔഷധച്ചെടികളും നട്ടുവളർത്താനും ക്ഷേത്രാവശ്യങ്ങൾക്കായി കരനെൽ കൃഷി ആരംഭിക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ നടയോട് ചേർന്ന പേരാൽ മുത്തശ്ശിക്ക് ആദരവൊരുക്കിയത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടലും അതുപോലെ തന്നെ മറ്റ് വൃക്ഷമുത്തശ്ശിയായിട്ടുള്ള ശ്രീ വടക്കുനാഥൻ ക്ഷേത്രാങ്കണത്തിലുള്ള പേരാലിനെ ആദരിക്കുക എന്ന പരിപാടിയാണ്. ഇതിൽ MLA ശ്രീ ബാലേന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രാങ്കണങ്ങളിലും ഇന്ന് പുഷ്പവൃക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫലവൃക്ഷങ്ങളും എല്ലാം നടുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിപുലമായി നടത്തിയിട്ടുള്ളത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് ക്ഷേത്രാങ്കണത്തിൽ പുതിയ വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. ചികിത്സ നൽകി പുനർജീവനേകിയ പടിഞ്ഞാറേ നടയിലെ അരയാൽ മരത്തിനുള്ള തുടർ ചികിത്സയ്ക്കും പദ്ധതിയുടെ ഭാഗമായി തുടക്കം കുറിച്ചു. ചികിത്സയുടെ 3ാം ഘട്ടം കൂടി പൂർത്തീകരിക്കുന്നതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരയാലിന് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനാകും. ശ്രീമൂലസ്ഥാനത്തുള്ള അരയാൽ മുത്തശ്ശിക്ക് മൃതാവസ്ഥയിലുള്ള ഒരു പ്രശ്നങ്ങൾ രോഗപീഠകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിനെ വളരെ ഫലപ്രദമായി ചികിത്സിച്ച് അത് ട്രഡീഷണൽ മെത്തേഡ്സും അതായത് നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള മെത്തേഡ്സും പുതിയ മോഡേൺ സയൻസിൻ്റെ മെത്തേഡ്സും കൂടിയുള്ള ഒരു ചികിത്സാ വിധിയാണ് നമ്മൾ നടപ്പിലാക്കിയത്. അതിലുപരിയായിട്ട് നമ്മളിതിനെ വേറൊരു രീതി കൂടി അവലംബിച്ചു. അതായത് ഇപ്പോൾ നമ്മൾ അരയാലാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ശ്രീമൂലസ്ഥാനത്ത് അരയാലാണ് ഉണ്ടായിരുന്നത്, വളരെ പഴക്കം ചെന്ന അരയാൽ. അതിനോട് ചേർന്ന് നമ്മൾ ഇപ്പോൾ നാൽപ്പാമരത്തിൻ്റെ ഒരു കൂട്ടുപോലെ നമ്മൾ അവർക്ക് അവിടെ ചെയ്തിരിക്കുകയാണ്. വിപുലമായ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതി ക്ഷേത്ര ഉപദേശക സമിതികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. പെരുവന്മല ക്ഷേത്രത്തോട് ചേർന്ന് ദേവസ്വം ബോർഡിന്റെ 50 ഏക്കറിൽ ഔഷധവനം ഒരുക്കുന്നതും കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും സമീപ ക്ഷേത്രങ്ങളിലും കരനെൽ കൃഷി ഒരുക്കുന്നതുമെല്ലാം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. ന്യൂസ് മലയാളം, തൃശൂർ.